നഗരസഭാ ചെയർപേഴ്സൺ തെരഞ്ഞെടുപ്പിന് പിന്നാലെ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിക്ക് ഓഫീസ് നഷ്ടമായി. MLA ഓഫീസ് കെട്ടിടത്തിന്റെ ഉടമ തന്റെ ഭാര്യയെ നഗരസഭാ അധ്യക്ഷയാക്കാൻ ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ അധ്യക്ഷ സ്ഥാനത്ത് മറ്റൊരാൾ വന്നതോടെ ഓഫീസ് ഒഴിയാൻ ആവശ്യപ്പെടുകയായിരുന്നു. അലി അക്ബർ ഷാ ചേരുന്നു. അലി, പറയൂ. റോഷ്നി, ഒരു തരത്തിൽ കേൾക്കുമ്പോൾ രസകരമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ഒരു തരത്തിൽ നമ്മൾ കൗതുകം തോന്നിക്കുന്ന ഒരു വാർത്തയാണ്. അതായത് ഈ പെരുമ്പാവൂർ MLA എൽദോസ് കുന്നപ്പള്ളിയുടെ ഓഫീസ് പ്രവർത്തിച്ചുകൊണ്ടിരുന്ന കെട്ടിടത്തിന്റെ ഉടമ എന്ന് പറയുന്നത് അവിടുത്തെ ഒരു UDF കൗൺസിലറുടെ ഭർത്താവായിരുന്നു. ഈ നഗരസഭാ ചെയർപേഴ്സൺ സ്ഥാനത്തേക്കുള്ള തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഉയർന്നു കേട്ട 3 പേരുകളിൽ ഒന്ന് ഈ UDF കൗൺസിലറുടെ പേരായിരുന്നു. അത് ഒരു തരത്തിലും പെരുമ്പാവൂരിൽ ഈ DCCക്ക് ഒരു സമവായത്തിലേക്ക് ഇവരെ എത്തിക്കാൻ കഴിയാതെ വന്നതോടുകൂടി DCC നേരിട്ട് ഇടപെട്ട് അവിടെ വോട്ടെടുപ്പ് നടത്തിയാണ് ഈ തെരഞ്ഞെടുപ്പ് നടത്തുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ വോട്ട് ലഭിച്ചയാൾ ഒടുക്കം ചെയർപേഴ്സൺ ആവുകയും ചെയ്തു. പക്ഷേ അതിൽ നിന്നും ചെയർപേഴ്സൺ ആകാൻ കഴിയാത്തതിന്റെ ഈ മാനസിക ബുദ്ധിമുട്ടാകാം ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് ഈ കെട്ടിട ഉടമയെ നയിച്ചത്. കെട്ടിട ഉടമ MLAയോട് ഓഫീസ് ഒഴിയാൻ പറയുന്നു. ഇന്ന് വന്ന് നോക്കുമ്പോൾ ഓഫീസ് കെട്ടിടത്തിന്റെ ബോർഡൊക്കെ താഴെ കിടക്കുന്നു, ഫ്യൂസ് ഊരിയ നിലയിൽ. ആ നിലയിൽ ഒരു തരത്തിലുള്ള മുന്നറിയിപ്പും നൽകാതെ ഈ തെരഞ്ഞെടുപ്പിൽ ചെയർപേഴ്സൺ ആകാൻ കഴിഞ്ഞില്ല എന്ന ഒരു വിഷമത്തിന്റെ പുറത്ത് ഓഫീസിൽ നിന്ന് ഒരു തരത്തിൽ ഇറങ്ങിപ്പോകൂ എന്ന് പറയുന്ന നിലയിലുള്ള പ്രവർത്തനങ്ങൾ അവിടെ ഈ കെട്ടിട ഉടമ നടത്തിയെന്നതാണ് ഈ എൽദോസ് കുന്നപ്പള്ളിയുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തകർ, നേതാക്കളെല്ലാവരും പറയുന്നത്. എന്തായാലും ഒരു തരത്തിലുള്ള മുന്നറിയിപ്പില്ലാതെ ഇത്തരത്തിലൊരു ആക്ഷൻ എന്തുകൊണ്ടുണ്ടായി എന്നതിന് കൃത്യമായ ഒരു ഉത്തരവൊന്നും കെട്ടിട ഉടമ നൽകിയിട്ടില്ല. കെട്ടിട ഉടമയുടെ ഭാര്യ UDF കൗൺസിലറായിരുന്നു. അവർ ഈ അധ്യക്ഷ സ്ഥാനം ആഗ്രഹിച്ചിരുന്നു. അവർക്കത് ലഭിക്കാതായതോടുകൂടി ഈ ഓഫീസിന്റെ ബോർഡ് ഉൾപ്പെടെ ഇളക്കി മാറ്റി ഫ്യൂസ് ഊരിക്കളഞ്ഞ് ഇത്തരത്തിൽ ഒരു സംഭവത്തിലേക്ക് മുതിരുകയായിരുന്നു. റോഷ്നി.